ഒരു ഇല്ലീഗൽ ഫൈറ്റ് കാണിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. കാണികൾ എല്ലാവരും ബെറ്റ് വെക്കുന്നത് യൂറി ബോയ്ക എന്ന ഫൈറ്ററിന് വേണ്ടിയാണ്. കാരണം അവർക്ക് എല്ലാവർക്കും ഉറപ്പാണ് ഫൈറ്റിൽ യൂറി ബോയ്ക്ക് വിജയിക്കൂ എന്ന്. അപ്പോൾ നമ്മുടെ കഥാനായകനായ യൂറി ബോയ്ക അൺഡിഫീറ്റഡ് ആയിട്ടുള്ള അഥവാ ഇതുവരെ പരാജയപ്പെടാത്ത അൺഡിസ്പ്യൂട്ടഡ് ഫൈറ്റർ ആണ്. അപ്പോൾ ഈ ഫൈറ്റിൽ തന്റെ എതിരാളിയെ വളരെ നിസ്സാരമായിട്ട് തല്ലി തോൽപ്പിച്ച് യൂറി ബോയ്ക വിജയിച്ച് പണം സമ്പാദിക്കുകയാണ്. റഷ്യയിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറ്റവാളികളെ അടക്കുന്ന ഒരു ജയിലുണ്ട്. ആ ജയിലിന്റെ പേരാണ് മാക്സിമം സെക്യൂരിറ്റി പ്രിസൺ. ഈ ജയിലിലെ അഴിമതിക്കാരായിട്ടുള്ള ജയിൽ വാർഡൻസ് ജയിലിന്റെ അകത്ത് വെച്ച് ഇല്ലീഗൽ ആയിട്ട് ഫൈറ്റ് നടത്താറുണ്ട്. അതാണ് അവരുടെ പ്രധാന വിനോദം. സോ ഇവിടെ ഫൈറ്റ് ചെയ്യാനായി ഒരു ഫൈറ്റർ ജയിലിലെ റിംഗിൽ തയ്യാറായി നിൽക്കുന്നത് കാണാം. അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനായി വരുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഇതുവരെ പരാജയപ്പെടാത്ത ക്രൂരനായ ഒരു കുറ്റവാളിയാണ്. അവന്റെ പേരാണ് കോഷ്മാർ. നൈറ്റ്മെയർ അഥവാ പേടി സ്വപ്നം എന്നാണ് അവൻ അറിയപ്പെടുന്നത്. അപ്പോൾ കോഷ്മാറിനെ റിംഗിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ 4 തടവുകാര് ചങ്ങലയിൽ ഇട്ടിട്ടൊക്കെയാണ്. നമ്മൾക്ക് കാണാം കൈയിലും കാലിലും തലയിലും ഒക്കെ ചങ്ങല കൊണ്ട് അവനെ ലോക്ക് ചെയ്തിട്ടാണ് തടവുകാർ അവനെ കൊണ്ടുവരുന്നത്. കാരണം അവന്റെ നിയന്ത്രണം വിട്ടാൽ പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും. സോ റിംഗിൽ കയറിയ കോഷ്മാർ തന്റെ എതിരാളിയെ വളരെ ക്രൂരമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. കോഷ്മാർ തന്റെ എതിരാളിയെ ഓൾറെഡി ഫൈറ്റ് ചെയ്ത് പരാജയപ്പെടുത്തിയെങ്കിലും അതിനുശേഷം കോഷ്മാർ തന്റെ എതിരാളിയുടെ മുഖത്ത് നിർത്താതെ പഞ്ച് ചെയ്ത് അവനെ കൊന്നു കളയുകയാണ്. സോ അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രൂരനായിട്ടുള്ള കുറ്റവാളി തന്നെയാണ് കോഷ്മാർ എന്ന റഷ്യൻ കുറ്റവാളി. നമ്മുടെ ഹീറോന്റെ പാസ്റ്റും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം നന്മയുടെ പാതയിലാണ്. ഫൈറ്റിൽ നിന്ന് പ്രതിഫലമായി ലഭിച്ച പണമൊക്കെ യൂറി ബോയ്ക പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്യാറാണ് പതിവ്. ഈ പള്ളി മെച്ചപ്പെടാനുള്ള പ്രധാന കാരണം തന്നെ യൂറി ബോയ്ക്കയാണ്. അതുകൊണ്ട് പള്ളിയിൽ അച്ഛനൊക്കെ യൂറി ബോയ്ക്കയോട് നല്ല ബഹുമാനമാണ്. പക്ഷെ അദ്ദേഹം ബോയ്ക്കക്ക് ചെറിയ ഒരു ഉപദേശം നൽകുകയാണ്. നിന്റെ സംഭാവന കാരണമാണ് നമ്മുടെ പള്ളി ഒരുപാട് മെച്ചപ്പെട്ടത്. നീ കാരണം തന്നെയാണ് പള്ളിയിൽ ഒരുപാട് വികസനങ്ങൾ വന്നതും. പക്ഷെ നിന്റെ ഈ വയലൻസ് ഒരിക്കലും നല്ലതല്ല. വയലൻസ് ഒരിക്കലും ഒന്നിനും ഉത്തരമല്ല. അപ്പോൾ യൂറി ബോയ്ക്ക പറയാണ് ഇതൊരു സ്പോർട്സ് ആണ്, ഒരു കലയാണ്. അതിൽ അതിൻ്റെതായ റൂൾസ് ഉണ്ട്. ആ റൂൾസ് പാലിച്ചിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഇത് വെറും വയലൻസ് മാത്രമല്ല. അപ്പോൾ പള്ളിയിൽ അച്ഛൻ ചോദിക്കാണ്, ശരി അങ്ങനെയാണെങ്കിൽ തന്നെ നിനക്ക് ദൈവം ഇത് അംഗീകരിക്കും എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ യൂറി ബോയ്ക്ക പറയാണ് ഫൈറ്റ് ചെയ്യാനുള്ള ഈ കഴിവ് എനിക്ക് ദൈവം തന്നതാണ്. അപ്പോൾ ദൈവം എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഈ കഴിവിനെ ഞാൻ ഉപേക്ഷിച്ചാൽ ദൈവം എന്നോട് പൊറുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ജിമ്മിൽ നിന്ന് യൂറി ബോയ്ക്ക ട്രെയിൻ ചെയ്യുകയാണ്. ബോയ്ക്കയുടെ മാനേജറാണ് കിറിൽ എന്ന ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹം ജിമ്മിൽ ബോയ്ക്കയോട് ഒരു സന്തോഷ വാർത്ത പറയാനായി ഓടിയെത്തി. യൂറി ബോയ്ക്ക ഇത്രയും കാലം ഫൈറ്റ് ചെയ്യുന്നതൊക്കെ ഇല്ലീഗൽ ഫൈറ്റ്സ് ആണ്. എന്നാൽ ഇപ്പോൾ മാനേജർ യൂറി ബോയ്ക്കയ്ക്ക് വേണ്ടി ഒരു ലീഗൽ ആയിട്ടുള്ള ഫൈറ്റ് കൊണ്ടുവരികയാണ്. യൂറി ബോയ്ക്കയുടെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഇത്. പക്ഷെ ഈ ഫൈറ്റിൽ ഡയറക്റ്റ് ആയിട്ട് സെലക്ഷൻ കിട്ടത്തില്ല. ആദ്യം ഒരു ക്വാളിഫിക്കേഷൻ മാച്ച് ഉണ്ടാവും. അതിൽ വിജയിച്ചാൽ മാത്രമേ സെലക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ യൂറി ബോയ്ക്കയുടെ ക്വാളിഫിക്കേഷൻ ഫൈറ്റ് വിക്ടർ എന്ന ഒരു റഷ്യൻ ഫൈറ്ററുമായിട്ടാണ്. ഈ ഫൈറ്റ് വിജയിച്ചാൽ യൂറി ബോയ്ക്കക്ക് ബുദാപെസ്റ്റിൽ നടക്കുന്ന യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ കിട്ടും. അപ്പോൾ ഫൈറ്റിന് തൊട്ട് മുന്നേ ആയിട്ട് ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യൂറി ബോയ്ക്ക റിംഗിൽ കയറുന്നതിന് മുൻപ് മാനേജർ ബോയ്ക്കയോട് എതിരാളിയെ കുറിച്ച് പറയുകയാണ്. വിക്ടർ എന്നാണ് അവന്റെ പേര്. ഞാൻ അവനെ കണ്ടു. അവൻ നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല. അവനും വളരെ നല്ലൊരു ഫൈറ്റർ ആണ്. അവനും നിന്നെ പോലെ ഇതിൽ സെലക്ഷൻ കിട്ടണമെന്ന് നല്ല വാശിയുണ്ട്. അപ്പോൾ ഇത് എനിക്കുള്ളതാണ്. ഇതിൽ ഞാനേ വിജയിക്കത്തുള്ളൂ. എന്റെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് ആരാണെങ്കിലും ഞാൻ അവരെ പരാജയപ്പെടുത്തും എന്നായിരുന്നു യൂറി ബോയ്ക്കയുടെ മറുപടി. സോ ഇവിടെ യൂറി ബോയ്ക്കയും വിക്ടർ എന്ന റഷ്യൻ ഫൈറ്ററുമായിട്ടുള്ള ഫൈറ്റ് ആരംഭിക്കുകയാണ്. അപ്പോൾ മാനേജർ പറഞ്ഞത് ശരിയാണ്. വിക്ടർ എന്ന ഫൈറ്റർ വളരെ മികച്ച ഒരു ഫൈറ്റർ തന്നെയാണ്. അവൻ ബോയ്ക്ക് വളരെ നിസ്സാരമായിട്ടൊക്കെ തല്ലുന്നുണ്ട്. പക്ഷെ പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ യൂറി ബോയ്ക്കക്ക് നല്ല ദേഷ്യം വന്നു. അതായത് അദ്ദേഹം ഭയങ്കരമായിട്ട് തന്നെ അഗ്രസീവായി. അങ്ങനെ യൂറി ബോയ്ക്ക വിക്ടറിനെ വളരെ ക്രൂരമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യാനായി ആരംഭിച്ചു. അതായത് വിക്ടർ എന്ന റഷ്യൻ ഫൈറ്റർ പരാജയത്തിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹം പിന്മാറുന്നില്ല. വീണ്ടും എഴുന്നേൽക്കുകയാണ് ഫൈറ്റ് ചെയ്യാനായി. അപ്പോൾ വീണ്ടും ബോയ്ക്ക അവനെ തല്ലി താഴെയിടും. എന്നിട്ടും അവൻ പിന്മാറാതെ ഫൈറ്റ് ചെയ്യാനായി എഴുന്നേൽക്കുകയാണ്. അങ്ങനെ അവസാനം നല്ല ദേഷ്യം വന്ന യൂറി ബോയ്ക്ക വിക്ടറിനെ ഒരു പവർഫുൾ പഞ്ചിന് നിലത്തിട്ടു. വിക്ടർ പരാജയപ്പെട്ടു. അതായത് നമ്മുടെ യൂറി ബോയ്ക്ക ഫൈറ്റിൽ വിജയിച്ചു. സോ ഫൈറ്റിന് ശേഷം മാനേജ്മെന്റ് യൂറി ബോയ്ക്കയുടെ അടുത്ത് വന്ന് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. 2 ആഴ്ച കഴിഞ്ഞാലാണ് ബുദാപെസ്റ്റിൽ ടൂർണമെന്റ് നടക്കുന്നത്. അതിൽ കൂടി നീ വിജയിച്ചാൽ ഈ ലോകമേ നിന്റേതാണ്. പക്ഷെ അതിൽ നീ പരാജയപ്പെട്ടാൽ എല്ലാം അതോടെ അവസാനിക്കും. അവരോട് ഞാൻ പരാജയപ്പെടത്തില്ല എന്ന് യൂറി ബോയ്ക്ക പറയുകയാണ്. ശേഷം ബോയ്ക്കയുടെ മാനേജർ വന്ന് പറയാണ് ഇതിനു വേണ്ടിയല്ലേ നീ ഇത്രയും കാലം
ഇഷ്ടപ്പെട്ടത്. വെൽ ഡൺ. അതിനുശേഷം ഈ ഫൈറ്റിന്റെ പ്രതിഫലം മാനേജർ യൂറി ബോയ്ക്കൊക്കെ നൽകി. അപ്പോൾ ഇന്ന് നടന്ന ഫൈറ്റിൽ നിന്ന് യൂറി ബോയ്ക്കൊക്കെ കിട്ടിയ പ്രതിഫലമാണ് ഈ പണം. സോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അദ്ദേഹം അവിടുന്ന് പോകുമ്പോൾ കാണുന്ന കാഴ്ച യൂറി ബോയ്ക്ക ഫൈറ്റ് ചെയ്ത വിക്ടർ എന്ന ഫൈറ്ററിനെ സ്ട്രെച്ചറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത് കണ്ടപ്പോൾ യൂറി ബോയ്ക്ക ആകെ ഷോക്കായി. അദ്ദേഹത്തിന് മനസ്സിലായി താൻ ഫൈറ്റ് ചെയ്ത വിക്ടറിന്റെ നില ഗുരുതരമാണ് എന്ന്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നത് പള്ളിയിൽ അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെയാണ്. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്ന ബോയ്ക്കൊക്കെ ഉറക്കം കിട്ടുന്നേയില്ല. ഇത് തന്നെയാണ് അദ്ദേഹം ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അടുത്ത ദിവസം ബോയ്ക്ക മാനേജറിനെ കാണാൻ ചെന്നു. എന്നിട്ട് വിക്ടറിന് ഇപ്പോൾ എങ്ങനെയുണ്ട്, അവൻ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാണ്, നീ എന്തായാലും വിജയിച്ചു, ഇനി ടൂർണമെന്റിന് വേണ്ടി നീ പ്രാക്ടീസ് ചെയ്യും, ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറ എന്ന് ദേഷ്യത്തോടെ യൂറി ബോയ്ക്ക പറഞ്ഞപ്പോൾ മാനേജർ വിക്ടർ മരണപ്പെട്ടു എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ ബോയ്ക്ക ആകെ ഷോക്കായി. അതൊന്നും ആലോചിച്ച് നീ ടെൻഷൻ അടിക്കേണ്ട, ഫൈറ്റിൽ മരണപ്പെട്ടാല് അത് വെറും ഒരു ആക്സിഡന്റ് മാത്രമാണ്. എല്ലാ ഫൈറ്റേഴ്സും ഈ റിസ്ക് എടുത്തിട്ട് തന്നെയാണ് റിങ്ങിൽ ഇറങ്ങുന്നത്. പക്ഷെ ബോയ്ക്ക ആകെ സങ്കടത്തിലായി. വിക്ടറിന്റെ നാട് എവിടെയാണ്, അവന് കുടുംബമുണ്ടോ എന്നൊക്കെ മാനേജറിനോട് ബോയ്ക്ക ചോദിക്കുകയാണ്. അതൊന്നും എനിക്കറിയത്തില്ല, ഇത് അവന്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത ബാഗ് ആണ് എന്ന് മാനേജർ പറയുകയാണ്. ആ ബാഗ് തുറന്നു നോക്കിയപ്പോൾ അതിൽ നിന്ന് ബോയ്ക്കൊക്കെ ഒരു കത്ത് കിട്ടി. അത് വിക്ടർ തന്റെ ഭാര്യയ്ക്ക് എഴുതിയ ഒരു കത്താണ്. അതിൽ പുള്ളിക്കാരുടെ ഫോട്ടോയും ഉണ്ട്. ഇവിടെ ബോയ്ക്ക മാനേജറിനോട് എനിക്കൊരു ഫേക്ക് പാസ്പോർട്ട് വേണം, ഞാൻ റഷ്യയിലേക്ക് വിക്ടറിന്റെ കുടുംബത്തെ കാണാനായി പോവുകയാണ് എന്ന് പറയുകയാണ്. എന്നാൽ ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ യൂറി ബോയ്ക്ക റഷ്യയിലെ ഒരു വാണ്ടഡ് ക്രിമിനൽ ആണ്. അതുകൊണ്ട് അദ്ദേഹം റഷ്യയിൽ പോകുന്നത് ഒരിക്കലും സേഫ് ആയിട്ടുള്ള കാര്യമല്ല. അതിനെക്കുറിച്ചൊക്കെ മാനേജർ പറഞ്ഞപ്പോൾ എനിക്ക് തന്റെ ഉപദേശമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി, എനിക്ക് എത്രയും പെട്ടെന്ന് റഷ്യയിലേക്ക് പോകാൻ ഒരു ഫേക്ക് പാസ്പോർട്ട് അറേഞ്ച് ചെയ്തു തരണം. ഓക്കെ, ഞാൻ റെഡി ആക്കിക്കോളാം. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ നിന്റെ ജീവിതം വെച്ചാണ് ഇപ്പോൾ കളിക്കുന്നത്. റഷ്യയിലേക്ക് നീ പോകുന്നത് മരണത്തിലേക്ക് പോകുന്നതിന് സമമാണ്. സോ ഇവിടെ റഷ്യയിൽ വിക്ടറിന്റെ സംസ്കരണ ചടങ്ങുകൾ നടക്കുകയാണ്. അപ്പോൾ ആൽമ എന്ന ഈ സ്ത്രീയാണ് വിക്ടറിന്റെ ഭാര്യ. അവിടെ വിക്ടറിന്റെ സംസ്കരണ ചടങ്ങിൽ പങ്കെടുക്കാൻ സൗറബ് എന്ന ഒരു റഷ്യൻ ഗാങ്സ്റ്റർ എത്തി. അദ്ദേഹം റഷ്യയിൽ നല്ല സ്വാധീനമുള്ള സമ്പന്നനായ ഒരു ഗാങ്സ്റ്റർ ആണ്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ ആൽമക്ക് പേടിയായി. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പുള്ളിക്കാരിയും ഭർത്താവ് വിക്ടറും വലിയ തുക കടമായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം ആൽമയെ കണ്ട് വളരെ മോശമായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. അതായത് അദ്ദേഹത്തിന് പുള്ളിക്കാരിയോട് താല്പര്യമുണ്ട്. അപ്പോൾ ആൽമ അദ്ദേഹത്തോട് പറയാണ്, ഇത് എന്റെ ഭർത്താവിന്റെ സംസ്കരണ ചടങ്ങ് നടക്കുന്ന ദിവസമാണ്, ഇന്ന് തന്നെ താങ്കൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാനേ തോന്നുന്നു, താങ്കൾക്ക് ഞങ്ങൾ തരാനുള്ള പണം ഞാൻ ജോലി ചെയ്ത് എത്രയും പെട്ടെന്ന് വീട്ടിക്കോളാം, അങ്ങനെയാണെങ്കിൽ നിനക്ക് ജോലിയും ഞാൻ തന്നെ തരാമെന്ന് സൗരഭ് ആൽമയോട് പറയുകയാണ്. ബോയ്ക്കയുടെ മാനേജർ ബോയ്ക്കൊക്കെ കള്ളപ്പേരിലുള്ള ഫേക്ക് പാസ്പോർട്ട് നൽകുകയാണ്. അദ്ദേഹം വീണ്ടും ബോയ്ക്കയോട് ഇത് ഒരിക്കലും നല്ലൊരു ഐഡിയ അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അതൊന്നും കേൾക്കാൻ ബോയ്ക്ക തയ്യാറാവുന്നില്ല. എന്താണ് ചെയ്യേണ്ടത് എന്ന് ബോയ്ക്ക ഓൾറെഡി തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. സോ ഇവിടെ യൂറി ബോയ്ക്ക താൻ വാണ്ടഡ് ആയിട്ടുള്ള റഷ്യയിൽ കള്ളപ്പേരിൽ കള്ള പാസ്പോർട്ടിൽ തിരിച്ചെത്തി. സോ ആദ്യത്തെ ടാസ്ക് വിക്ടറിന്റെ ഭാര്യയെ കണ്ടെത്തുക എന്നതാണ്. സോ പുള്ളിക്കാരി ഒരു കമ്മ്യൂണിറ്റി സെന്റർ ആണ് നടത്തുന്നത്. അവിടെ കുട്ടികളൊക്കെ നോക്കുന്നത് പുള്ളിക്കാരിയാണ്. അവിടെ എത്തിയ യൂറി ബോയ്ക്ക ആൽമയെ ദൂരെ നിന്ന് നോക്കുകയാണ്. ആൽമയും അദ്ദേഹം തന്നെ നോക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ ആ സമയം അവിടെ സൗറവിന്റെ ആൾക്കാർ എത്തുകയാണ്. ആൽമ അവരുടെ കൂടെ കാറിൽ കയറിപ്പോയി. സോ കമ്മ്യൂണിറ്റി സെന്ററിലെ സെക്യൂരിറ്റി യൂറി ബോയ്ക്കയുടെ അടുത്ത് വന്ന് തനിക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവളെ എവിടത്തേക്കാണ് കൊണ്ടുപോയത് എന്നാണ് അറിയേണ്ടത് എന്ന് യൂറി ബോയ്ക്ക പറഞ്ഞു. സോ ഇവിടെ രാത്രി ബോയ്ക്ക ഒരു ക്ലബിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ക്ലബിലേക്കാണ് അവര് ആൽമയെ കൊണ്ടുപോയത്. അതേപോലെ ഈ ക്ലബ്ബ് നടത്തുന്നത് സൗറബ് എന്ന ഗാങ്സ്റ്റർ ആണ്. അപ്പോൾ അവിടെ ക്ലബിൽ നിന്ന് ഇല്ലീഗൽ ഫൈറ്റ് നടക്കുന്നതായി കാണാം. ഇഗോർ കാസ്മീർ എന്ന ഈ ഫൈറ്ററും സൗറബിന്റെ ചാമ്പ്യൻ ആയിട്ടുള്ള ഫൈറ്റർ ആണ്. അതായത് സൗറബിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവനാണ് ഇവൻ. അതേപോലെ അദ്ദേഹം അൺഡിഫീറ്റഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആണ്. തന്റെ എതിരാളിയെ ഫൈറ്റ് ചെയ്ത് പരാജയപ്പെടുത്തിയതിനു ശേഷം മൈക്കിലെ കൂടി ഞാനാണ് ഇവിടുത്തെ രാജാവ്, എന്നെ ഒരുത്തിനും തോൽപ്പിക്കാൻ ആവത്തില്ല എന്നൊക്കെ ഇഗോർ കാസ്മീർ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ യൂറി ബോയ്ക്ക് കേറി അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ കഴിയത്തില്ല, കാരണം കള്ളപ്പേരിലാണ് ഇവിടെ അദ്ദേഹം വന്നിട്ടുള്ളത്. തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി പുറത്തു വന്നാൽ യൂറി ബോയ്ക്ക് റഷ്യൻ ജയിലിൽ അടക്കപ്പെടും. അപ്പോൾ ഇവിടെ അദ്ദേഹം ആൽമയെ കാണുകയാണ്. അപ്പോൾ ആ ക്ലബിൽ വെയിട്രസ് ആയിട്ടാണ് ആൽമ ജോലി ചെയ്യുന്നത്. ആൽമ ബോയ്ക്കയുടെ അടുത്ത് ചെന്ന് താൻ ആരാണ്, താൻ എന്നെ കുറെ നേരമായി ഫോളോ ചെയ്യുന്നു, തനിക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് ബോയ്ക്ക പറഞ്ഞപ്പോൾ സോറി പറ്റത്തില്ല എന്ന് ആൽമ പറയുകയാണ്. പ്ലീസ്, ഞാൻ നിന്നോട് സംസാരിക്കാനായി ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നത്, എന്താണ് പറയാനുള്ളത് എന്ന് ആൽമ ചോദിച്ചു. അത് പറയാനായി യൂറി ബോയ്ക്ക പോകുമ്പോൾ അവിടെ സൗറബിന്റെ മാനേജറായ സ്ലാവ എന്ന ഇദ്ദേഹം വന്നു. അദ്ദേഹം ആൽമയെ പറഞ്ഞയച്ചു. തന്നെ ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു, തനിക്ക് എന്താണ് വേണ്ടത്, പുറത്തേക്ക് വാ. അപ്പോൾ ദേഷ്യത്തോടെ എനിക്ക് തന്നോടല്ല അവളോടാണ് സംസാരിക്കേണ്ടത് എന്ന് ബോയ്ക്ക പറഞ്ഞു. അപ്പോൾ സ്ലാവ തോക്ക് കാണിച്ചിട്ട്
മര്യാദക്ക് നീ പുറത്തേക്ക് വരുന്നതാണ് നല്ലത് എന്ന് പറയുകയാണ്. സോ ഈ സീനൊക്കെ തന്റെ മുറിയിൽ നിന്ന് CCTVയിലെ കൂടി സൗരഭ് കാണുന്നുണ്ട്. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു അവളോട് സംസാരിക്കാൻ? അവൾ എന്റെ ബോസ് നോട്ടമിട്ടവളാണ്. മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതാണ് നല്ലത് എന്ന് സ്ലാവ പറഞ്ഞപ്പോൾ അവളോട് സംസാരിക്കാതെ ഞാൻ പോകത്തില്ല എന്ന് യൂറി ബോയ്ക്ക പറയുകയാണ്. അപ്പോൾ ദേഷ്യം പിടിച്ച സ്ലാവ ബൗൺസേഴ്സിനോട് ബോയ്ക്ക് തല്ലി കൈയും കാലും ഒടിക്കാനായി പറയുകയാണ്. എന്നാൽ ആ ബൗൺസേഴ്സിനെ എല്ലാവരെയും യൂറി ബോയ്ക്ക വളരെ നിസ്സാരമായി തല്ലി നിലത്തിട്ടു. അവസാനം സ്ലാവ തോക്ക് ചൂണ്ടിയപ്പോൾ അതും പിടിച്ചെടുത്ത് അവനെയും ബോയ്ക്ക ഇടിച്ചു നിലത്തിടുകയാണ്. അപ്പോൾ ദ ഗാങ്സ്റ്റർ സൗരഭ് കൈ അടിച്ചുകൊണ്ട് അവിടത്തേക്ക് വരുന്നു. വാവ് വാവ് അമേസിംഗ്, നീ ആള് കൊള്ളാലോ. ഞാൻ നിനക്കൊരു ഓഫർ തരാം. നീ എന്റെ ഫൈറ്റർ ആയിട്ട് ജോയിൻ ചെയ്തോളൂ. നിനക്ക് ഒരുപാട് കാശ് സമ്പാദിക്കാം. നീ നല്ലൊരു ഫൈറ്റർ ആണ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഫൈറ്റ് ചെയ്യാനല്ല, ഞാൻ നിങ്ങളുടെ വെയിട്രസിനോട് സംസാരിക്കാനാണ് വന്നത് എന്ന് ബോയ്ക്ക പറയുകയാണ്. നിനക്ക് അവളോട് എന്താണോ പറയേണ്ടത് അത് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അത് അവൾക്ക് എത്തിച്ചോളാം എന്ന് സൗരഭ് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല, എനിക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയണമെന്ന് ബോയ്ക്ക പറയുകയാണ്. അപ്പോൾ ഇത് എന്റെ നാടാണ്, ഇവിടെ ഞാനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. നിന്നെ ഇനി ഇവിടെ കണ്ടുപോകരുത്, അഥവാ കണ്ടാൽ നിന്നെ കൊന്നുകളയുമെന്ന് സൗരഭ് ബോയ്ക്കെ ഭീഷണിപ്പെടുത്തുകയും ഇപ്പോൾ നിനക്ക് പോകാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ബോയ്ക്ക തിരിച്ചൊന്നും പറയാതെ അവിടുന്ന് പോവുകയാണ്. രാത്രി ഉറങ്ങുമ്പോൾ ബോയ്ക്ക വിക്ടറുമായിട്ടുള്ള ഫൈറ്റ് സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അതായത് യൂറി ബോയ്ക്കക്ക് ഒരു സമാധാനവുമില്ല. അതുകൊണ്ട് ആൽമയെ കണ്ട് എല്ലാം തുറന്നു പറഞ്ഞിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് യൂറി ബോയ്ക്ക ഉറപ്പിച്ചു. അടുത്ത ദിവസം ആൽമയെ കണ്ട് സംസാരിക്കാനായി ബോയ്ക്ക കമ്മ്യൂണിറ്റി സെന്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ബോയ്ക്കയെ തടഞ്ഞപ്പോൾ ബോയ്ക്ക ചെയ്തത് ഇതാണ്. സോ ആൽമ ബോയ്ക്കയോട് താൻ വീണ്ടും വന്നോ, തനിക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വിക്ടർ അവസാനമായി ആൽമക്ക് എഴുതിയ കത്ത് പുള്ളിക്കാരിക്ക് നൽകുകയാണ്. നിങ്ങളുടെ ബോസ് സൗരഭ് പ്രശ്നക്കാരനാണോ, അദ്ദേഹം താങ്കളെ ശല്യം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ബോയ്ക്ക ചോദിച്ചു. ഞാനും എന്റെ ഭർത്താവ് വിക്ടറും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ക്ലബിൽ ജോലി ചെയ്യുന്നത്. ബൈ ദ വേ, എന്റെ ഭർത്താവിനെ എങ്ങനെയാണ് താങ്കൾക്ക് അറിയുക? താങ്കളും ഒരു ഫൈറ്റർ ആണ് എന്ന് ആൽമ ചോദിച്ചപ്പോൾ അതെ, ഞാനും ഒരു ഫൈറ്റർ ആണ് എന്ന് ബോയ്ക്ക പറയുകയാണ്. അപ്പോൾ സങ്കടത്തോടെ ആൽമ വിക്ടറിന്റെ അവസാനത്തെ അവന്റെ മരണ കാരണമായ ഫൈറ്റ് താങ്കൾ കണ്ടിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ കുറ്റബോധത്തോടെ ബോയ്ക്ക ആൽമയോട് പറയാണ്, താങ്കളുടെ ഭർത്താവിന്റെ ഒപ്പം ഫൈറ്റ് ചെയ്തത് ഞാനാണ്, പക്ഷെ മനഃപൂർവ്വമല്ല, ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചതാണ്. നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കാനാണ് ഇവിടം വരെ വന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ സങ്കടത്തോടെ ആൽമ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തനിക്കുണ്ടെങ്കിൽ എന്റെ ഭർത്താവിനെ തിരിച്ചുതാ, അത് തന്നെ കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ബോയ്ക്ക വിക്ടറിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് തനിക്ക് കിട്ടിയ പ്രതിഫലം പുള്ളിക്കാരിക്ക് നൽകുകയാണ്. എന്നാൽ ആൽമ അത് സ്വീകരിച്ചിട്ടില്ല. ഇത് രക്തം പുരണ്ട പണമാണ്, അതും എന്റെ ഭർത്താവിന്റെ രക്തം. അതും പറഞ്ഞ് ആൽമ ബോയ്ക്ക് അവിടുന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു. ബോയ്ക്ക അവിടുന്ന് പോകുമ്പോൾ ദാണ്ടെ സെക്യൂരിറ്റിക്ക് വീണ്ടും ബോധം വന്നു. സോ ഇവിടെ സൗരഭ് തന്റെ ക്ലബിലെ ഫൈറ്റിന് വേണ്ടി ഫൈറ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുകയാണ്. തന്റെ മാനേജറിനോട് സൗരഭ് പറയാണ്, ഇവന്മാരെയൊക്കെ തനിക്ക് എവിടുന്നാണ് കിട്ടിയത്? മര്യാദക്ക് ഒരു കിക്ക് ചെയ്യാൻ പോലും ഇവന്മാർക്ക് അറിയത്തില്ല. മര്യാദക്ക് നീ ചെന്ന് നല്ലൊരു ഫൈറ്ററിനെ കൊണ്ടുപോയെന്ന് സൗരഭ് സ്ലാവയോട് പറയുകയാണ്. ഈ സമയം സൗരഭിന്റെ ഒരു ബോഡി ഗാർഡിനെ ആരോ ഇടിച്ചിട്ടു. അത് വേറെ ആരുമല്ല, നമ്മുടെ യൂറി ബോയ്ക്കയാണ്. നിന്നോട് ഞാൻ ഈ നാട് വിടാൻ പറഞ്ഞതല്ലേ, പിന്നെ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ മുന്നിൽ വരാൻ? അപ്പോൾ ബോയ്ക്ക പറയാണ്, ഞാൻ തിരിച്ചു വന്നത് തന്റെ കൂടെ ബിസിനസ് ചെയ്യാനാണ്. താൻ എന്നോട് പറഞ്ഞ ഓഫർ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ തന്റെ ഓഫർ ഏറ്റെടുത്താൽ ആൽമ തനിക്ക് തരാനുള്ള കടം തീരണം. അപ്പോൾ 3 ഫൈറ്റ് ആണ് സൗരഭ് ബോയ്ക്കക്ക് നൽകിയ ഡീല്. ആ 3 ഫൈറ്റിലും ബോയ്ക്ക വിജയിച്ചാൽ ആൽമ സൗരഭിന് നൽകാനുള്ള പണം അദ്ദേഹം മറക്കും. പക്ഷെ മറ്റൊരു കണ്ടീഷൻ, അവസാനത്തെ ഫൈറ്റ് എന്റെ ചാമ്പ്യനായ ഇഗോർ കാസ്മറിന്റെ കൂടെയായിരിക്കും. അപ്പോൾ ബോയ്ക്കയോട് ഇഗോർ വെല്ലുവിളിച്ചിട്ട് പറയാണ്, നിന്നെ ഞാൻ ക്രൂരമായി കൊന്നുകളയും. പക്ഷെ ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് നടന്നു. അവരെല്ലാം ഡീലാക്കിയതിനു ശേഷം സൗരഭ് ബോയ്ക്കയോട്, മിസ്റ്റർ യൂറി ബോയ്ക്ക, നിന്റെ കൂടെ ബിസിനസ് ചെയ്യുന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് പറയുകയാണ്. അത് കേട്ടപ്പോൾ ബോയ്ക്ക ഷോക്കായി. കാരണം കള്ളപ്പേരിലാണ് അദ്ദേഹം ഇവിടെ റഷ്യയിലുള്ളത്. എന്നാൽ ബോയ്ക്ക ആരാണ് എന്ന് സൗരഭിന് അറിയാം. സൗരഭ് ബോയ്ക്കയോട്, നീ പേടിക്കേണ്ട, നിന്നെ ഇവിടെ ആരും അറസ്റ്റ് ചെയ്യാനൊന്നും വരത്തില്ല. കാരണം ഇവിടുത്തെ പോലീസുകാരൊക്കെ എന്റെ കൺട്രോളിലാണ്, അതേപോലെ ഈ നഗരം എന്റേതാണ്. സോ ഇവിടെ റഷ്യയിലുള്ള ബോയ്ക്ക് നാട്ടിലുള്ള മാനേജർ വിളിക്കുകയാണ്, എപ്പോഴാണ് നീ തിരിച്ചു വരുന്നത്
വരുന്നത് എന്ന് ചോദിക്കാൻ. അപ്പോൾ എനിക്ക് ഒരാഴ്ച കൂടി ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ബോയ്ക്ക പറയുകയാണ്. എടാ നീ എന്തിനുള്ള പുറപ്പാടാണ്? അവിടെ നിൽക്കുന്നത് ഒരിക്കലും സേഫ് അല്ല. അപ്പോൾ ദേഷ്യം പിടിച്ച് ബോയ്ക്ക കോൾ കട്ട് ചെയ്തു. ഇവിടെ ബോയ്ക്കയെ കാണാനായി ആൽമ വന്നു. തന്റെ കടം തീർക്കാൻ വേണ്ടി ബോയ്ക്ക ഫൈറ്റ് ചെയ്യുന്ന കാര്യം പുള്ളിക്കാരി അറിഞ്ഞു. സോ പുള്ളിക്കാരിയുടെ വിചാരം ബോയ്ക്ക ഫൈറ്റ് ചെയ്യുന്നത് തന്റെ കടം തീർത്ത് തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് എന്നാണ്. തന്റെ വിചാരം എന്താണ്? ഞാൻ വിൽപ്പനക്കുള്ള വസ്തുവാണോ എന്നൊക്കെ ആൽമ ബോയ്ക്കോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിന്നെ സ്വന്തമാക്കാനൊന്നുമല്ല, എനിക്ക് നിന്നെ സഹായിക്കണം. അതിന് എന്റെ മുന്നിൽ ഇതേ വഴിയുള്ളൂ. പിന്നെ ഇത് ഞാൻ ചെയ്യുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല എനിക്ക് വേണ്ടിയുമാണ്. എന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ പുള്ളിക്കാരിയോട് ബോയ്ക്ക പറയുകയാണ്. തന്റെ ഭർത്താവിനെ അറിയാതെ കൊന്നതാണെങ്കിൽ കൂടി അത് അദ്ദേഹത്തിന് നല്ല കുറ്റബോധമുണ്ട് എന്ന് ആൽമക്ക് മനസ്സിലായി. ഇവിടെ ഫൈറ്റിന് വേണ്ടി ട്രെയിൻ ചെയ്യാൻ ബോയ്ക്ക ഒരു ജിമ്മിൽ ചെന്നു. അപ്പോൾ അവിടെ ഒരുപാട് ഫൈറ്റേഴ്സ് ട്രെയിൻ ചെയ്യുന്നത് അവൾക്ക് കാണാം. സോ ബോയ്ക്ക ബോക്സിംഗ് ബാഗിൽ പഞ്ച് ചെയ്ത് ട്രെയിൻ ചെയ്യുമ്പോൾ ഒരുത്തൻ ബോയ്ക്കയുടെ അടുത്തേക്ക് വന്ന് ജിമ്മിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഭീഷണിപ്പെടുത്തുകയാണ്. ട്രെയിനിങ് കഴിഞ്ഞാൽ ഞാൻ പോയിക്കോളാം എന്ന് കൂളായിട്ട് ബോയ്ക്ക മറുപടി കൊടുത്തു. ഇത് എന്റെ ബോക്സിംഗ് ബാഗാണ്, ഇതിൽ താൻ ട്രെയിൻ ചെയ്യേണ്ട എന്നും അവൻ ബോയ്ക്കയോട് പറഞ്ഞു. അപ്പോൾ മറ്റൊരു ബോക്സിംഗ് ബാഗിൽ ട്രെയിൻ ചെയ്യാനായി ബോയ്ക്ക നടന്നു പോകുമ്പോൾ അവൻ വീണ്ടും അദ്ദേഹത്തെ ചോറിയാനായി വന്നു. അപ്പോൾ ബോയ്ക്ക ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഇന്നാണ് ബോയ്ക്കയുടെ ഫസ്റ്റ് ഫൈറ്റ്. ബോറിസ് ടാർസോവ് എന്ന ഫൈറ്ററുമായിട്ടാണ് ബോയ്ക്ക ഇന്ന് ഫൈറ്റ് ചെയ്യാനായി പോകുന്നത്. ഇനി ഈ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോയ്ക്ക തന്നെയാണ് വിജയിച്ചത്. വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം ബോയ്ക്ക അഗ്രസീവ് ആയിട്ട് തന്റെ എതിരാളിയുടെ മുഖത്ത് പഞ്ച് ചെയ്യാനായി പോവുകയാണ്. എന്നാൽ പെട്ടെന്ന് ബോയ്ക്കയുടെ മനസ്സിൽ വിക്ടറിന്റെ മുഖം വന്നു. അങ്ങനെ ബോയ്ക്ക അനാവശ്യമായിട്ട് പഞ്ച് ചെയ്തിട്ടില്ല. അതായത് തന്റെ അഗ്രഷൻ ഇവിടെ അദ്ദേഹം കൺട്രോൾ ചെയ്തു. സൗരഭ് വെയിട്രസ് ആയ ആൽമയോട് അവന് വെള്ളം കൊടുക്കാനായി പറയുകയാണ്. അങ്ങനെ ഡ്രസ്സിംഗ് റൂമിൽ വെള്ളവുമായി ആൽമ ബോയ്ക്കയുടെ അടുത്ത് വന്നു. ബോയ്ക്ക പുള്ളിക്കാരിയോട് ഇവിടെ എനിക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റിയ ജിം വല്ലതുമുണ്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആൽമ കമ്മ്യൂണിറ്റി സെന്ററിൽ വന്നോ, അവിടെ താങ്കൾക്ക് ട്രെയിൻ ചെയ്യാൻ ഞാൻ സൗകര്യമാക്കി തരാം എന്ന് പറയുകയാണ്. അങ്ങനെ അടുത്ത ദിവസം മുതൽ ബോയ്ക്ക കമ്മ്യൂണിറ്റി സെന്ററിൽ നിന്ന് ട്രെയിൻ ചെയ്യാൻ ആരംഭിച്ചു. ബോയ്ക്ക ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികളൊക്കെ അത് അത്ഭുതത്തോടെ നോക്കിയിരിക്കും. ആൽമ അപ്പോൾ കുട്ടികളുടെ അടുത്ത് വന്ന് അങ്കിളിനെ ശല്യം ചെയ്യൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ സാരമില്ല, അവരവിടെ ഇരുന്നോട്ടെ എന്ന് ബോയ്ക്ക പറയുകയാണ്. അങ്ങനെ ആ കുട്ടികൾക്കും അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ട്രെയിനിങ് കഴിഞ്ഞ് ബോയ്ക്ക പോകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്ന് ബോയ്ക്ക ആൽമയോട് ചോദിച്ചു. എന്റെ ഭർത്താവ് ദിവസവും രാത്രിയും ഇല്ലാതെ ട്രെയിൻ ചെയ്യുന്നതാണ്, അതുകൊണ്ട് എനിക്കിത് ശീലമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ബോയ്ക്കക്ക് മനസ്സിലായി താൻ ഇപ്പോൾ ട്രെയിൻ ചെയ്യുന്ന സ്ഥലത്തു നിന്നായിരുന്നു ആൽമയുടെ ഭർത്താവ് വിക്ടർ ട്രെയിൻ ചെയ്തത്. സോ ബോയ്ക്കയുടെ സെക്കൻഡ് ഫൈറ്റ്. ഇന്ന് ബോയ്ക്കയുടെ എതിരാളികൾ ഒരാളല്ല, മറിച്ച് രണ്ടുപേരാണ്. അവരാണ് ഒസറോഫ് ബ്രദേഴ്സ്. ബോയ്ക്കയുടെ അഹങ്കാരത്തോടെ സൗരഭ് പറയാണ് ഇത് എന്റെ സ്ഥലമാണ്, അതുകൊണ്ട് നിയമങ്ങൾ എന്റേതാണ്. പക്ഷെ രണ്ട് ഫൈറ്റേഴ്സ് ഉണ്ടെന്ന് വെച്ച് അവർക്ക് നമ്മുടെ ബോയ്ക്കയെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ? ഈ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ബോയ്ക്കയുടെ നടുപ്പുറത്ത് പരിക്ക് പറ്റുന്നുണ്ട്. എതിരാളികൾ അദ്ദേഹത്തിന് നടുപ്പുറത്ത് ടാർഗറ്റ് ചെയ്ത് കിക്ക് ചെയ്യുന്നൊക്കെയുണ്ട്. പക്ഷെ അവസാനം അവരെ രണ്ടുപേരെയും ബോയ്ക്ക പരാജയപ്പെടുത്തുകയാണ്. എന്നാൽ ബോയ്ക്കയുടെ നടുപ്പുറത്ത് ഇഞ്ചറി വന്നിട്ടുണ്ട്. സോ സൗരഭ് ഇവിടെ ഒരു ചതി കാണിക്കുകയാണ്. ബോയ്ക്കയുടെ അടുത്ത ഫൈറ്റ് ഇഗോറുമായിട്ടാണ്. സൗരഭ് എന്നാൽ റഷ്യൻ ജയിലിലെ വാർഡനെ വിളിച്ചു വരുത്തി. വേറൊന്നിനുമല്ല, ബോയ്ക്കയെ തല്ലി തോൽപ്പിക്കാൻ അവരുടെ അപകടകാരിയായ ജയിൽ പുലിയെ കൊണ്ടുവരാൻ, അതായത് കോഷ്മാർ എന്ന കുറ്റവാളിയെ. അതൊന്നും നടക്കത്തില്ല എന്ന് വാർഡൻ പറഞ്ഞപ്പോൾ സൗരഭ് വാർഡന് കൈക്കൂലി നൽകി. അതേപോലെ റഷ്യൻ പോലീസ് അന്വേഷിക്കുന്ന പിടികിട്ടാ പുള്ളിയാണ് യൂറി ബോയ്ക്ക. അവനെ ഫൈറ്റിന് ശേഷം നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം എന്നും സൗരഭ് ജയിൽ വാർഡനോട് പറയുകയാണ്. അങ്ങനെ അവര് ആ ഡീല് ഉറപ്പിച്ചു. ഇവിടെ ബോയ്ക്ക ട്രെയിൻ ചെയ്യാനായി കമ്മ്യൂണിറ്റി സെന്ററിൽ വന്നു. അപ്പോൾ അവിടെ നിന്ന് ആൽമ സ്വന്തമായി ഒരു ഓയിൽമെന്റ് തയ്യാറാക്കുന്നത് കാണാം. നടുവേദന സഹിച്ചുകൊണ്ട് ബോയ്ക്ക ട്രെയിൻ ചെയ്യുകയാണ്. അപ്പോൾ ആൽമ താൻ തയ്യാറാക്കിയ ഓയിൽമെന്റ് ബോയ്ക്കക്ക് നൽകുകയാണ്. എന്റെ മുത്തശ്ശിയുടെ റെസിപ്പിയാണ് ഇത്, ഇത് തേച്ചാൽ വേദന സുഖമുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആ ഓയിൽമെന്റ് പുള്ളിക്കാരി ബോയ്ക്കക്ക് നൽകി. എന്നാൽ അദ്ദേഹത്തിന് അത് നടുവിൽ തേക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആൽമ ബോയ്ക്കയുടെ കയ്യിൽ നിന്ന് ആ ഓയിൽമെന്റ് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തോട് അവിടെ ഇരിക്കാനായി പറയുകയാണ്. എന്നിട്ട് ആൽമ തന്നെ ബോയ്ക്കയുടെ നടുപ്പുറത്ത് ഓയിൽമെന്റ് തേച്ചു കൊടുക്കുകയാണ്. ഇവിടെ സൗരഭിന്റെ മാനേജറായ സ്ലാവ സൗരഭിന്റെ അടുത്ത് വന്നിട്ട് പറയാണ് ബോയ്ക്ക ഇപ്പോൾ ട്രെയിൻ ചെയ്യുന്നത് ആൽമയുടെ കമ്മ്യൂണിറ്റി സെന്ററിൽ നിന്നാണ്. അവര് രണ്ടുപേരും തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. അടുത്ത ദിവസം തന്നെ സൗരഭ് ആൽമയെ കാണാനേ അവിടെ വന്നു. നിന്നെ ഞാൻ ആഗ്രഹിച്ചതാണ്, നീ എന്റേതാണ്. നിന്റെ ഭർത്താവിനെ കൊന്ന ആ കൊലയാളിയോട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത് എന്നൊക്കെയാണ് അദ്ദേഹം ആൽമയോട് പറയുന്നത്. അതേപോലെ പുള്ളിക്കാരിയോട് മോശമായിട്ടും അദ്ദേഹം പെരുമാറുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് ബോയ്ക്കയുടെ ലാസ്റ്റ് ഫൈറ്റ്, അതായത് ഇഗോറിന്റെ കൂടെയുള്ള ഫൈനൽ ഫൈറ്റ്. ഇന്ന് തന്നെ ബോയ്ക്ക നാട്ടിലേക്ക് മടങ്ങും. ടിക്കറ്റ് ബുക്ക്
ചെയ്തിട്ട് മാനേജർ ബോയ്ക്ക് വിളിക്കുന്നുണ്ട്. ലേറ്റ് ആവരുത്, ബസ് മിസ്സായാല് ഫ്ലൈറ്റ് കിട്ടത്തില്ല എന്നൊക്കെ അദ്ദേഹം ബോയ്ക്കയോട് പറയുന്നുണ്ട്. ഏയ് മിസ്സാവൊന്നുമില്ല, ഞാൻ കറക്റ്റ് ടൈം എത്തിക്കോളാം എന്ന് ബോയ്ക്ക് അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. ഇവിടെ ബോയ്ക്ക് തന്നെ താമസ സ്ഥലത്തെത്തിയപ്പോൾ ഡോർ ആരോ തുറന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആൽമ ബോയ്ക്ക് കാണാനായി വന്നു. പുള്ളിക്കാരി ബോയ്ക്കയോട് എന്റെ ഭർത്താവിന്റെ കൂടെ നിങ്ങൾ ഫൈറ്റ് ചെയ്ത ആ ദിവസം ശരിക്കും എന്താണ് നടന്നത് എന്നൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം താങ്കൾക്ക് കൂടുതൽ വിഷമമാവും എന്നാണ് ബോയ്ക്ക പറഞ്ഞത്. എന്നാൽ ഞാൻ അതിന് തയ്യാറായിട്ട് തന്നെയാണ് വന്നത്, എനിക്ക് സത്യം അറിയണമെന്ന് പുള്ളിക്കാരി പറയുകയാണ്. അപ്പോൾ ബോയ്ക്ക അന്ന് സംഭവിച്ച കാര്യങ്ങൾ എല്ലാം തുറന്നു പറഞ്ഞു. അതായത് എന്റെയും വിക്ടറിന്റെയും ലക്ഷ്യം ഒന്നായിരുന്നു, എന്നാൽ എന്റെ ലക്ഷ്യത്തിൽ തടസ്സമായി നിൽക്കുന്നത് ആരായാലും അവരെ പരാജയപ്പെടുത്തും എന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വിക്ടറിനെ കൊല്ലാൻ എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു, അത് എനിക്ക് അബദ്ധം പറ്റിയതാണ്, എന്നോട് മാപ്പാക്കണം. ആൽമ ഇവിടെ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞ് അവിടുന്ന് പോകുന്നത് കാണാം. സോ ഇന്നാണ് ഫൈനൽ ഫൈറ്റ്. യൂറി ബോയ്ക്കും ഇഗോർ കാശ്മീറും റിംഗിൽ കയറി. ഇഗോറിന് ഭയങ്കര കോൺഫിഡൻസ് ആണ്, കാരണം അവൻ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. ഞാനാണ് രാജാവ് എന്ന് അവന് പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ഇനി ഈ ഫൈറ്റില് ഇഗോർ ചെയ്തത് എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഫൈറ്റില് ബോയ്ക്കയുടെ നടുവിന് പരിക്കേറ്റത് എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അത് അഡ്വാൻറ്റേജ് ആയി എടുത്ത് ഇഗോർ നിരന്തരമായിട്ട് ബോയ്ക്കയുടെ നടുവിന് ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് ഇഗോർ തന്നെ വിജയിച്ചു എന്ന് എല്ലാവരും ഉറപ്പിച്ചു, കാരണം നടുവിന് പരിക്കേറ്റ ബോയ്ക്കൊക്കെ തീരെ വയ്യാത്ത അവസ്ഥയാണ്. എന്നാൽ ആ സമയം ബോയ്ക്ക അവിടെ ആൽമയെ കാണുകയാണ്. താൻ പരാജയപ്പെട്ടാൽ അത് ആ സ്ത്രീയുടെ ജീവിതമാണ് പരാജയപ്പെടുക എന്ന് മനസ്സിലാക്കിയ ബോയ്ക്ക എഴുന്നേറ്റ് വന്ന് വേദന സഹിച്ചു പിടിച്ച് ഇഗോറുമായി മുട്ടി നിൽക്കുകയാണ്. ആൻഡ് ഫൈനലി നമ്മുടെ യൂറി ബോയ്ക്ക ഇഗോറിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇത് കണ്ട സൗറബ് ആകെ നാണം കെട്ട പോലെയാണ്. ഫൈറ്റ് കഴിഞ്ഞ ഉടനെ ബോയ്ക്ക് എയർപോർട്ടിലേക്ക് പോകാനായി ഇറങ്ങുകയാണ്. അപ്പോൾ സൗറബ് അവിടെ വന്ന് ബോയ്ക്കയോട് നീ എവിടത്തേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. നമ്മൾ തമ്മിൽ ഡീല് വെച്ചതാണ്, ഇനി ആൽമ തനിക്ക് ഒരു പണവും തരാനില്ല, അവളുടെ കടം എല്ലാം തീർന്നു. അപ്പോൾ സൗറബ് ബോയ്ക്കയോട് പറയാണ്, അതിന് നമ്മുടെ ഡീല് അവസാനിച്ചിട്ടില്ലല്ലോ, ഞാൻ വെച്ച ഡീല് നീ എന്റെ ചാമ്പ്യനെ പരാജയപ്പെടുത്തണമെന്നാണ്. അപ്പോൾ അവിടെ കിടക്കുന്നവൻ ആരാണ്? അവനല്ലേ തന്റെ ചാമ്പ്യൻ എന്ന് ദേഷ്യത്തോടെ ബോയ്ക്ക ചോദിച്ചു. അവനൊന്നുമല്ല എന്റെ ചാമ്പ്യൻ ഇപ്പോൾ ഇവിടെ എത്തും, അവനെയാണ് നീ പരാജയപ്പെടുത്തേണ്ടത്, എന്നാലേ നമ്മുടെ ഡീല് അവസാനിക്കൂ. നീ ഫൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവളുടെ കടം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. അപ്പോൾ ഈ സമയം ബോയ്ക്കയുടെ മാനേജർ വിളിച്ച് നീ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഒരു ജോലി കൂടി ചെയ്തു തീർക്കാനുണ്ട്, അത് കഴിഞ്ഞ ഉടനെ അടുത്ത ബസ്സിന് തന്നെ ഞാൻ പുറപ്പെട്ടോളാം എന്ന് അദ്ദേഹത്തോട് ബോയ്ക്ക പറയുകയാണ്. അതായത് ഫൈറ്റ് ചെയ്യാൻ ബോയ്ക്ക തയ്യാറാണ്. സോ ഇവിടെ 3-4 തടവുകാര് ചങ്ങലക്കിട്ട കോഷ്മറിനെ കൊണ്ടുവന്നതായി കാണാം. അവനെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഷോക്കായി. സോ അങ്ങനെ കോഷ്മറും ബോയ്ക്കും തമ്മിലുള്ള ഫൈറ്റ് ആരംഭിച്ചു. ഈ ഫൈറ്റ് എല്ലാവരും ആകാംക്ഷയോടെ കാണുകയാണ്. ഇനി ഈ ഫൈറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മൾക്കറിയാം ഓൾറെഡി കഴിഞ്ഞ ഫൈറ്റിൽ നമ്മുടെ ബോയ്ക്കൊക്കെ നടുവിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ പരിക്കും വെച്ചാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യമൊക്കെ കോഷ്മർ ബോയ്ക്ക് അത്രത്തോളം ക്രൂരമായിട്ടാണ് ഫൈറ്റ് ചെയ്തത്. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവൻ ബോയ്ക്കെ വീഴ്ത്തി. 10 വരെ കൗണ്ട് ഡൗൺ ഉണ്ട്, അതിനുള്ളിൽ ബോയ്ക്ക് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ബോയ്ക്ക പരാജയപ്പെടും. ഭയത്തോടെയും സങ്കടത്തോടെയും തല താഴ്ത്തി ഇരിക്കുന്ന ആൽമയെ ബോയ്ക്ക കണ്ടു. വീണ്ടും ബോയ്ക്ക എഴുന്നേൽക്കുകയാണ്. അതൊരു ഉഗ്രൻ കംബാക്ക് ആണ്. അങ്ങനെ ഫൈനലി നമ്മൾ നോക്കുകയാണെങ്കിൽ ബോയ്ക്ക കോഷ്മർ എന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള കുറ്റവാളിയെ തിരിച്ചു തല്ലുകയും അവസാനം ഒരു പവർഫുൾ കിക്ക് വെച്ച് അവനെ റിംഗിൽ നിന്ന് പുറത്താക്കി പരാജയപ്പെടുത്തുകയും ചെയ്തു. ആർക്കും വിശ്വസിക്കാനാവാത്ത വിജയം തന്നെയാണ് യൂറി ബോയ്ക്ക ഇവിടെ കരസ്ഥമാക്കിയത്. സൗറബ് ആകെ നാണം കെട്ട അവസ്ഥയിലാണ്, കാരണം അവന് 100% ഉറപ്പായിരുന്നു ബോയ്ക്ക പരാജയപ്പെടുമെന്ന്. എന്നാൽ സംഭവിച്ചത് എല്ലാം വിപരീതമാണ്. പക്ഷെ തന്റെ പരാജയം സമ്മതിക്കാൻ സൗറബ് തയ്യാറല്ല. അവൻ അവിടെ നിന്ന് ആൽമയെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. അവനെ പിടിക്കാനായി ബോയ്ക്ക പിന്നാലെ വരുമ്പോൾ തോക്ക് കൊണ്ട് സൗറബ് ബോയ്ക്കയുടെ കയ്യിൽ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബോയ്ക്ക സൗറബിന്റെ ഒരു ഗാർഡിനെ അടിച്ചു വീഴ്ത്തി അവന്റെ തോക്കുമായി സൗറബിനെ പിടിക്കാനായി പിന്നാലെ പോവുകയാണ്. സൗറബ് എന്നാൽ ആൽമയുടെ തലയിൽ തോക്ക് വെച്ച് ബോയ്ക്കയുടെ തോക്ക് കളയാനായി പറയുകയാണ്. വേറെ വഴിയില്ലാതെ ബോയ്ക്ക തോക്ക് കളഞ്ഞു. പക്ഷെ ഈ സമയം ആൽമ സൗറബിന്റെ കയ്യിൽ കയറി കഴിച്ചു. പെട്ടെന്ന് ബോയ്ക്ക വന്ന് സൗറബിനെ ഇടിച്ചിടുകയും അതേപോലെ തോക്ക് കൊണ്ടൊന്നുമല്ല തന്റെ 2 സ്വന്തം കൈകൾ കൊണ്ട് തന്നെ യൂറി ബോയ്ക്ക സൗറബിനെ കൊന്നു കളയുകയാണ്. വെടിയേറ്റ ബോയ്ക്കയുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം പോകുന്നുണ്ട്. ആൽമ അദ്ദേഹത്തെ മടിയിൽ കിടത്തി നമുക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ പോകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ബോയ്ക്ക പുള്ളിക്കാരിയോട് ഒരേ ഒരു കാര്യം മാത്രമാണ് ചോദിച്ചത്, നീ എനിക്ക് മാപ്പ് തരുമോ എന്ന്. പുള്ളിക്കാരി അതിന് മറുപടി കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവിടെ പോലീസ് എത്തി. അവര് ബോയ്ക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും ബോയ്ക്ക ആൽമയോട് ഇത് തന്നെയാണ് ചോദിക്കുന്നത്, നീ എന്നോട് ഫോർഗീവ് ചെയ്തോ എന്ന്. ആൽമക്ക് എന്നാൽ എന്താണ് മറുപടി കൊടുക്കേണ്ടതെന്നും അറിയത്തില്ല. സോ യൂറി ബോയ്ക്ക ഇപ്പോൾ റഷ്യൻ ജയിലാണ്. ജയിലിലെ
6 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ജയിലിൽ കാണാനായി ആൽമ വന്നു. കമ്മ്യൂണിറ്റി സെന്ററിലെ കുട്ടികളൊക്കെ താങ്കളെ അന്വേഷിച്ചു. അവർക്കൊക്കെ താങ്കളെ മിസ്സാവുന്നുണ്ട്. അവർ എനിക്ക് കൊടുത്തയച്ച പെയിന്റിങ്സ് ആണ് ഇത്. അപ്പോൾ ആ കുട്ടികള് ബോയ്ക്ക് വരച്ച ചിത്രങ്ങളാണ് അതൊക്കെ. അതേപോലെ പുള്ളിക്കാരി ബോയ്ക്ക് തനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി പറയുകയാണ്. അതേപോലെ അദ്ദേഹത്തോട് ഫോർഗീവ് ചെയ്തു എന്നും പുള്ളിക്കാരി പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ യൂറി ബോയ്ക്ക് ഒരുപാട് സന്തോഷമായി. അദ്ദേഹത്തിന് ആകെ വേണ്ടത് വിക്ടറിന്റെ ഭാര്യയുടെ ഫോർഗീവ്നെസ് മാത്രമാണ്. സോ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.